അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് അവിടെ ഒരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു പെട്ടി ഇങ്ങനെ. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ വേറെ രീതിയിലായിരിക്കും. എനിക്ക് പനിയാണ്, അതുകൊണ്ട് വീഡിയോസൊക്കെ കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും വരിക. പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എന്നാലും താഴെ അവൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ പേരെല്ലാം മാറ്റിയിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ടൂത്ത്പേസ്റ്റ് ഗെയിമർ. അപ്പോൾ നിങ്ങൾക്ക് പേര് ഇഷ്ടമാണെന്നോ ഇല്ല. പിന്നെ ഞാൻ ഗെയിം അപ്ലോഡ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു. അയാളുടെ പേരാണ് ടിപ്സ് താനോ. അയാളുടെ വീഡിയോ കണ്ടിട്ടൊക്കെയാണ് ഞാൻ ഇൻസ്പയർ ആയതും ഈ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ രാത്രി അപ്പോൾ ഒട്ടും വൈകുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ വട്ടം നമ്മളിവിടെ വീടുണ്ടാക്കി, ഇവിടെ പട്ടീനെയൊക്കെ ടൈം ചെയ്തു. വീട്ടിൻ്റെ ഉള്ളിൽ ഇതെന്തത്, നമുക്കൊരു വീടൊക്കെ ഉണ്ടാക്കി നമുക്കിതാ റീസ്പോൺ പോയിൻ്റൊക്കെ സെറ്റ് ചെയ്യാം. അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സംഭവിച്ചു. ഈ സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് വെച്ചാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഷീപ്പ് കുറേ നേരമായിട്ട് നമ്മുടെ ഇവനെ പോയിട്ട് ഒറ്റ തട്ട് ഇപ്പോൾ പോയി കൊല്ല്, നോക്കിക്കോ, ഒറ്റടി. അടി, അങ്ങനെ തന്നെ കൊല്ലവന്. അത്രേ ഉള്ളു. ഓക്കെ, നമുക്കിനി അവൻ്റെ ബോളും ഇതൊക്കെ എടുക്കാം. എന്നിട്ട് ഇവന് ഒറ്റടി, അവനെപ്പോൾ കൊല്ലവൻ. എൻ്റെ പട്ടീനൊന്നും ചെയ്യരുത്. കൊല്ലണവനെ. ടാങ്കിടാ, നമുക്ക് 2 പേർക്കുള്ള ബീഫായിട്ട്. ക്രീപ്പറേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ക്രീപ്പറൊക്കെ ഇവിടെ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ക്രീപ്പറിനെ കൊണ്ട് കുഴപ്പമില്ല ഗൈസ്, ഇതൊക്കെ സഹിച്ചിട്ട് വേണം നമ്മൾ ഈ സർവൈവൽ സീരീസ് മുമ്പിലോട്ട് നടക്കാൻ. ഇവ സീനാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അവിടെ 2 പശുണ്ട്, ഇവന്മാരെ നമുക്ക് തല്ലിക്കൊല്ലോ. നിൽക്കടാ, കത്തിയടാ കയ്യിലോട്ട്, വാളെടുത്തവൻ്റെ തല നോക്കി വെട്ടടാ. ചത്ത. നീ എന്താ കൊല്ലാത്ത? ഞാൻ കൊല്ലണോ? ഒറ്റ വിട്ട് ചത്തല്ലോ. നിങ്ങൾക്ക് ഇനി ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു. ഇത് അപ്പോൾ ഗൈസ്, എല്ലാം മൂക്കടപ്പൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ വേറെ രീതിയിലാണ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ ഗൈസ്, നമ്മുടെ വീടെത്തി. ഇതിനുള്ളിൽ കോളൊക്കെ വെച്ചിട്ട് നിൽക്കുക. വെച്ച നേരം കൊണ്ട് അത് ചൂടാക്കി കിട്ടി. കണ്ടോ എത്ര പെട്ടെന്നാണ് വരുന്നത്. ഇതാണ് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ പോണ വീട് ആയിട്ട് കുറച്ച് ഓക്കും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഈ ഫർണസ് അതിനോട് വെച്ചിട്ടുണ്ട്, അടുത്ത് കളയണമെന്നുണ്ട്, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ വട്ടം നമ്മൾ ഇവിടുന്ന് കുറച്ച് കോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ തീർത്തില്ല. നമുക്ക് ഇവിടുന്ന് ഫുള്ളെടുക്കാം. ഇപ്പം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് അറിഞ്ഞത്, കോൾ ഈസ് ദ മോസ്റ്റ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പറയുന്നില്ല, കോളാണ് മൈൻക്രാഫ്റ്റിലെ ഏറ്റവും കൂടുതൽ വെയിനുള്ളത്. എന്ന് വെച്ചാൽ കുറേ ആയിട്ട് ഇങ്ങനെ നിന്നോളും. ഇവിടെ കോപ്പർ ഇട്ടല്ലോ, കോപ്പർ എടുക്കാം. നമുക്ക് ബ്ലോക്ക് ഓഫ് കോപ്പറൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഗൈസ് സോറി, പെട്ടെന്നൊരു പ്രോബ്ലം വന്നാണ്, അത് നിങ്ങൾ മൈൻഡാക്കണ്ട. ഓക്കെ, ഇവിടെ ഉണ്ട്. ഇതൊക്കെ എന്താ സംഭവം?
ബാക്ക്ഗ്രൗണ്ട് ഐസ് ബ്ലോക്ക്. ഇവിടെ തന്നെ ഇരുന്നോട്ടെ, കൊല്ലുന്നൊന്നുമില്ല. അവല്ലേ എടാ, നീ ഇവിടെ കൊല്ലരുത് കേട്ടോ. കൊല്ലുവോ? കൊല്ലിലേക്ക് തലയിട്ട്. അതെ, ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ രസം ഉണ്ടെങ്കിൽ നിങ്ങൾ രസം ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ രസമില്ലെന്ന് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്ത് നമ്മൾ അത് ശരിക്കും ചെയ്യാൻ പോകുന്നത്, ഇത് കുറച്ച് മൈൻഡ് ചെയ്തെടുക്കണം. ഇതൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. ഞാനിന്ന് ഒരു അടിപൊളി അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കുറച്ച് ഇതൊക്കെ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു സ്റ്റാക്ക് കോളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അണ്ടർഗ്രൗണ്ടിൻ്റെ പണി നോക്കാം. ഓക്കെ, നമ്മളിവിടെ താഴെ പ്ലാറ്റ്ഫോമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ഇത് ബെഡ് നമുക്ക് മാറ്റാം. ബെഡ് നമുക്ക് ഇവിടെ ഇട്ട് വെക്കാം. ഓക്കെ, സെറ്റ്. ഇവിടെ ഇട്ട് നമ്മുടെ ഇതും എത്ര ബ്ലോക്ക് അടിയിലോട്ട് വെക്കും? 6 ബ്ലോക്ക്. ഒന്നായിട്ടുള്ളൂ. 2 കുറച്ച് അടിയിലോട്ട് പോവാം. ഓക്കെ, ഇതിങ്ങനെ വെച്ച് വരാം. ഇവിടെ വെക്കാൻ പറ്റില്ല. എത്ര എണ്ണം വെച്ച് ഞാൻ 1 2 3 എണ്ണം വെച്ചു. ഓക്കെ, ഇത്രയും മതി. നമുക്ക് ഇവിടെ അങ്ങോട്ടേക്ക് ഇങ്ങനെ കുഴിച്ച് പോവാം. അപ്പോൾ ഗൈസ്, റൂമാവാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ ഞാൻ റൂമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഞാനിവിടെ അത് മൈൻഡ് ചെയ്ത് നമുക്ക് കൂടെ കുറച്ച് അയൺ കണ്ടു. പെട്ടെന്ന് പൊട്ടിച്ച് കഴിക്കെടുത്തേക്കാം. നമുക്കിപ്പോൾ അയൺ ഭയങ്കരമായിട്ട് ആവശ്യമാണ്. നമുക്കിപ്പോൾ 2 സ്റ്റാക്കോളം ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മേളിലോട്ട് പില്ലർ ചെയ്ത് പോയി ഇവിടെ സംഭവം എടുക്കാം. എന്തായാലും ഇപ്പോൾ തന്നെ നമുക്ക് കുറച്ച് അയൺ കിട്ടിയ നന്നായി. അപ്പോൾ ഗൈസ്, നിങ്ങളെ ഞാൻ ഇത് മൊത്തം ഒന്ന് ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. വലിയൊരു ഹോളാണ്. പിക്കാക്സും പൊട്ടിപ്പോയി. രാവിലെ പോയിട്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് പിക്കാക്സ് ഇതുണ്ടാക്കണേ എന്താണോ സ്റ്റിക്ക് വേണം. അപ്പോൾ നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരെണ്ണം ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കിത് പോയി കുറച്ചും കൂടെ മതിയുള്ളൂ. അതെല്ലാം നിങ്ങൾ കാണിച്ചു തരും. പിന്നെ ഇവിടെ ടോർച്ചൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല താഴ്ചയിലോട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ടോർച്ചൊക്കെ കാരണം എന്താ വെച്ചാൽ വെളിച്ചം കിട്ടാൻ മാത്രമല്ല മോബൊക്കെ സ്പോൺ. അപ്പോൾ ഗായ്സ്, അത്യാവശ്യം നല്ല പോലെ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ലെയർ ഈ ഒരു ലെയർ ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ഗൈസ്, ഇത്രയും ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആയിട്ടുണ്ട് നമ്മുടേത്. ഇനി നമുക്കങ്ങനെ ചെയ്യാനൊന്നുമില്ല. ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് എനിക്കിപ്പോൾ 2 സ്റ്റാക്കോളം ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു വലിയൊരു മൈനിങ് അതൊക്കെ സെറ്റ് ചെയ്യണം. ഇതിന് മുമ്പായിട്ട്
കുറച്ച് ഓക്ക് 20ഓളം ഓക്ക് വെച്ചിട്ട് എന്തുണ്ടാക്കാൻ പറ്റുമോ ആദ്യം ഇവനെ സ്മെൽ ചെയ്യാൻ നോക്കട്ടെ. നമുക്ക് ഇപ്പോൾ ഒരു ഷീൽഡ് ഉണ്ടാക്കാം. ബാക്കി രണ്ടെണ്ണം കൊണ്ട് എന്താ അറിയില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പോൾ അറിയിച്ചത്, നമുക്ക് ഇവനെ ഫർണസിൽ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫർണസിന് ഒരു ഉപകാരമുണ്ട്. ഇവൻ ഫുഡിനും ഇവൻ അതിനും. ഓക്കെ, ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലേ? ഒരു ബോട്ട് ഉണ്ടാക്കാൻ പറ്റും. ബോട്ട് ആവശ്യമുണ്ട്. ഐറ്റം ഫ്രെയിം പെയിൻറ്റിങ് ഐറ്റം ഫ്രെയിം. ഇപ്പോൾ ഞാനൊരു പെയിൻറ്റിങ് കൊണ്ടുണ്ടാക്കുന്നുണ്ട്. പെയിൻറ്റിങ് എടുത്തുക്കും. പെയിൻറ്റിങ് നമുക്ക് താഴെ കൊണ്ടെടുക്കാം. അത്യാവശ്യം നല്ല വലുത് അവിടെ ഇരിക്കട്ടെ. മേലെ പോവാം. അയ്യോ, പിന്നെ നമ്മൾ ഐറ്റം ഫ്രെയിം എടുക്കുക, വെക്കുക. എന്നിട്ട് നമ്മുടെ ബോട്ട് എടുക്കുക. ബോട്ട് എടുക്കട്ടെ. ഇനി ഒരു ഐറ്റം ഫ്രെയിം കൂടില്ലേ? ഇല്ല, ഇവനായോ? നമുക്ക് അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഉണ്ടാക്കാൻ പറ്റും. ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. ബക്കറ്റിൻ്റെ ആവശ്യമില്ല. ഒരു ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്, ഒരായും കൂടെ വേണം ബക്കറ്റ് ഉണ്ടാക്കാൻ. ഇപ്പോൾ നേരിട്ട് കാര്യം ചെയ്യാം. ഒരു ഷീൽഡ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഷീൽഡ് എടുത്ത് നമ്മുടെ കയ്യിലോട്ടിട്ടേക്കാം. നമുക്കങ്ങനെ ഷീൽഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റാക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞിക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഇവന്മാരുടെ ശരിയായി. നമുക്ക് ഇത് തുറക്കുക, എടുക്കുക. ബാനർ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം തന്നെ ബാനർ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പണി ഇത്രയൊന്നും പൂർത്തിയായിട്ടില്ല. നമുക്ക് കുറച്ച് സ്റ്റേഴ്സ് ഉണ്ടാക്കണം. ബിൽഡിംഗ് ബ്ലോക്സ് കുറച്ച് മതി. നാളിനൊക്കെ ധാരാളം. ഇതാ കാണിക്കുന്നത്. ഓക്കേ, നമ്മുടെ വീട്ടിലെ മുമ്പുള്ള രസമായി. സ്ലാബ്സിൻ്റെ ഇതിനെ കൊണ്ട് വേറെ വരും. അയ്യോ, പോയി. അയ്യോ, നമുക്ക് ആ 3 കൊണ്ട് അയൺ പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഉണ്ടാക്കിയില്ല ഗൈസ്, അത് കുഴപ്പമില്ല. ഇനി വരുന്നത് ഇതെന്താണ് ഇങ്ങനെ വരുന്നത്? അയ്യോ, അതാണ് അവിടെ പോയി. ഈ 39 കൈ വെക്കുക. താഴോട്ട് ഇറങ്ങുക. ഒരെണ്ണം ഇവിടരണം. അങ്ങോട്ട്. ഓക്കെ, എന്നിട്ട് ഇവനെടുക്കുക. അയ്യോ, താഴെന്ന് വെച്ചാലേ ശരിയാവുള്ളൂ. ഇങ്ങനെ താഴെന്ന്. അയ്യോ, എന്നെ കൊണ്ട് തോറ്റില്ല. നേരെ എന്നിട്ട് എടുക്കാം. അപ്പം ഇങ്ങനെയാണല്ലോ വരുന്നത്. ഗൈസ്, ഇതിനെ റെഡിയാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരു ക്രീപ്പറൊക്കെ കയറി വരുന്നുണ്ട്. വേഗം വീട്ടിൽ കയറാം.
അവൻ ചത്തു. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീടിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, തുടർച്ചക്കാം. ഞാൻ രാവിലെ ആക്കിയിട്ട് ഔട്ടർ അപ്പോൾ ഗൈസ്, വീടിൻ്റെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. മേളിൽ ചെറുതായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വീട് കിണ്ണാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂട്ടുകാരൻ്റെ ചാനൽ, എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വേറൊരു കാര്യം, നാളെ എൻ്റെ അടുത്ത വീഡിയോ ഇരുന്നായിരിക്കും. അപ്പോൾ ടൂത്ത്പേസ്റ്റ് ഗെയിമർ signing out.